മിശിഹായിലെ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്ന വചനഭാഗമാണ്. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു പല ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ പല വ്യതിയാനങ്ങളും, ഒത്തിരി മാനസാന്തരങ്ങളും, ഒത്തിരി സൗഖ്യങ്ങളും, ഒത്തിരി അത്ഭുതങ്ങളും, മരിച്ചവർ പോലും എഴുന്നേറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, യേശു സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ സക്കേവൂസിന് എന്തു സംഭവിച്ചു? എന്താ സംഭവിച്ചേ? മാനസാന്തരം ഉണ്ടായി. എന്തിൽ നിന്നാണ് മാനസാന്തരം എന്ന് വെച്ചാൽ മനസ്സ് അന്തരം വരിക, മനസ്സ് അന്തരം വരിക, മനസ്സ് അകൽച്ച വരിക. എന്തിൽ നിന്നാണ് സക്കേവൂസിന് അകൽച്ച വന്നത്? ഭൗതികമായിട്ടുള്ള സമ്പത്തിൽ നിന്ന്, ഭൗതികമായിട്ടുള്ള സ്വത്തിൽ നിന്നാണ് സക്കേവൂസിന് അന്തരം വന്നത്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എൻ്റെ സ്വത്തിൻ്റെ പകുതി വിറ്റ് ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യാം. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തോളാം. അവിടെ പരിഹാരം ഏറ്റു പറയുക. കാരണം സക്കേവൂസ് ചുങ്കക്കാരിലെ പ്രധാനിയും പിന്നെന്താണ്, ധനികനുമായിരുന്നു. അവൻ ധനം സമ്പാദിച്ചത് നേരായ മാർഗത്തിലൂടെ അല്ല എന്ന് അവന് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. യേശു ആഗ്രഹിക്കുന്ന രീതിയിലല്ല അവൻ്റെ പണസമ്പാദനം എന്ന് അവന് വ്യക്തമായിട്ട് ബോധ്യം വന്നതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന്. ഈശോ സക്കേവൂസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന് മാനസാന്തരം ഉണ്ടായി. ആ ഭവനത്തിന് രക്ഷ കൈവന്നു. നമ്മൾ കാണാൻ പോകുന്നത് ലൂക്കയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. എന്നെടുത്ത് വായിച്ചേ. ശിമയോൻ പത്രോസിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുക ചെയ്യുന്നത്. ശിമയോന്റെ അമ്മായിമ്മ കലശലായിട്ടുള്ള പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടിയിട്ട് അവനോട് സഹായം അപേക്ഷിച്ചു, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചു, ഒന്ന് പ്രാർത്ഥിക്കണേ എന്നാണ്. ഈശോ പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അമ്മായിമ്മയുടെ പനി അവിടെ നിന്ന് വിട്ടുമാറിപ്പോയി. പനി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥ എന്ന കൂടി അർത്ഥമുണ്ട്. പനി ഒരു രോഗമാണെന്ന് വെച്ചാൽ രോഗമല്ല, രോഗലക്ഷണമാണ്. പല രോഗങ്ങളുടെ ലക്ഷണമാണ് പനിയുള്ളത്. ശരീരത്തിൻ്റെ ചീത്ത അണുക്കൾ നല്ല അണുക്കളുണ്ട്, അല്ലെങ്കിൽ ചീത്ത അണുക്കൾ ശക്തി കൂടുകയും നല്ല അണുക്കൾ കുറഞ്ഞു പോവുകയും ചെയ്യുമ്പോഴാണ് ശരീരം കാണിക്കുന്ന, ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ മോശമാണെന്ന് കാണിക്കുന്ന അടയാളമാണ് പനി. ഇവിടെ ഈശോ പത്രോസിന്റെ അമ്മായിമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുന്നു. ഇനി കാണുവാനുള്ളത് മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യമാണ്. ജൈറോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനഗോഗ് അധികാരി വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നു. ഒന്ന് വായിച്ച ഭാഗം. ആ 23-ാമത്തെ വാക്യം വായിച്ചാൽ 23-ാമത്തെ വാക്യം വായിക്കാം.
ആ യേശു ആ സെനഗോഗ് അധികാരിയുടെ ഭവനത്തിലേക്ക് എത്തി എല്ലാവരെയും പുറത്താക്കിയിട്ട് ആ ബാലികയെ കൈപിടിച്ച് ഉയർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആദ്യം കണ്ടു, സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ അവനൊരു മാനസാന്തരം നൽകി, അവനൊരു ആ ഭവനത്തിന് രക്ഷ കൈ കൊടുത്തു. രണ്ടാമതായിട്ട് പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ അമ്മായിമ്മയുടെ പനിയെ ശാസിച്ചു. മൂന്നാമതായിട്ട് ജൈറോസിന്റെ ഒന്ന് സിനഗോഗ് അധികാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ മകളെ ബാലികയെ കൈപ്പിടിച്ചുയർത്തി അവിടെ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കുക ചെയ്തത്. ഇനിയിപ്പോൾ ഈശോ പോയത് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 6-ാം വാക്യം. ബഥാനിയയിലെ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലേക്കാണ് ഈശോ അവിടേക്ക് കടന്നു ചെന്നത്. ഓക്കെ, വായിച്ചോ. ഈ പാഴ്ചെലവ് ഈശോ ബഥാനിയിലെ കുഷ്ഠരോഗിയായ ശിമിയോന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ തൈലാഭിഷേകം നടത്തിയ സ്ത്രീയെ അവിടുന്ന് ഒത്തിരിയേറെ സ്നേഹിച്ച് അവരോട് പറയുന്നു, നിന്റെ നിരവധിയായ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മാർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 3-ാം വാക്യം. തളവാത രോഗിയെ 47 വായിച്ചാൽ മതി. 47 അത് വായിച്ചോ, കുഴപ്പമില്ല. ഓക്കെ. തളവാത രോഗിയെ അവിടുന്ന് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ സൗഖ്യം കൊടുക്കുന്നു. ഒന്ന് ഫുള്ള് വായിച്ചത്. വിശ്വാസം മൂലം, മറ്റുള്ള വിശ്വാസം മൂലം പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. മതി. ഇപ്പൊ ഞാൻ വിശ്വാസം മൂലം മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ ഈശോ മോചിപ്പിക്കുമെന്ന് വളരെ അർത്ഥവത്തായിട്ട് സൂചനയാണ്. വിശുദ്ധ കൊച്ചറേസ്യ പുണ്യവതി തീവ്രവാദിയായ ഒരു മകന് വേണ്ടിയിട്ട്, കലാപത്തിൽ ഒത്തിരിയേറെ കൊലപാതകം ചെയ്ത തീവ്രവാദിയ ഒരു മകന് വേണ്ടിയിട്ട് ഒരു മുറിക്കുള്ളിലിരുന്നു കൊണ്ട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവസാനം മരണശിക്ഷയ്ക്ക്, വധശിക്ഷയ്ക്ക് വിധിച്ച ആ കുറ്റവാളി ചോദിച്ചു, അവസാനത്തമായിട്ടുള്ള ആഗ്രഹം എന്താ? അപ്പനെ അമ്മയും ആരെങ്കിലൊക്കെ കാണണമെന്ന് ചോദിച്ചു. വേണ്ട, എനിക്ക് ക്രൂശിതനായ കർത്താവിൻ്റെ രൂപം ഒന്ന് ചുംബിക്കണമെന്ന്. വിശുദ്ധ കൊച്ചറേസ്യ എഴുതി വെച്ച കാര്യ, ക്രൂശിതനായ കർത്താവിൻ്റെ മുഖം ഒന്ന് ചുംബിക്കണമെന്ന്. വധശിക്ഷയ്ക്ക് വിധിച്ച് മരണത്തിന് നിമിഷങ്ങൾ മുമ്പിൽ ആ തീവ്രവാദിയായ ഒത്തിരിയും കലാപത്തിൽ ഒത്തിരി ആൾക്കാരെ കൊലപാതകം ചെയ്ത് വധശിക്ഷയ്ക്കപ്പെട്ട വ്യക്തി പറയുകയാണ്, കൊച്ചറേസ്യ പറയുകയാണ്, പിറ്റേ ദിവസത്തെ പേപ്പറിൽ അത് എഴുതിയപ്പോൾ അന്ന് രാത്രി ഈ ആത്മാവ് കൊച്ചറേസ്യയോട് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് നന്ദി പറയാനായിട്ട് വന്നു എന്നുള്ളതാണ്. കൊച്ചറേസ്യയുടെ പ്രാർത്ഥന വഴിയായിട്ടും ഇവിടെ തളവാത രോഗി സൗഖ്യം, പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് അവിശ്വാസം മൂലം കൊണ്ടുപോയവരുടെ വിശ്വാസ നിമിത്തം അവിടെ പാപങ്ങൾ ക്ഷമിച്ച് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കഫർനാമിലെ ഇവിടെ ബഥാനിയിലെ കുഷ്ഠരോഗിയുടെ ആ ശിമിയോന്റെ അതൊന്ന് വായിച്ച് 26-ാമത്തെ അധ്യായത്തിൽ മത്തായി 26:6
ഓക്കെ, ഇനി വായിക്കേണ്ടത് ലൂക്ക 7:36. ഞാൻ നേരത്തെ വായിച്ചു കഴിഞ്ഞാൽ അതിൽ 47 വാക്യം വായിച്ചാൽ മതി. 7:47. നേരത്തെ പറഞ്ഞില്ല, ഈ ഭാഗം പറയുന്നില്ല, അതുകൊണ്ടാ. പ്രൈസ് ലോർഡ്. വചനഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഒന്നുകൂടി വായിച്ചാൽ ലൂക്ക 7:47. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ കാരണം എന്താ? ഇവള് അധികം സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ അധികം സ്നേഹിക്കണം. ഈശോയെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റാ? അങ്ങനെയാണോ? മത്തായി 25:40 എന്താ പറയണേ? എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിലെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ്. അപ്പം ഈശോയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? ഈശോ ഡയറക്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈശോയെ സ്നേഹിക്കാനായിട്ട്. ഈശോ ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വരുമോ? ഇല്ല. ഈശോ തന്നെ പറയുന്നുണ്ട്. എന്തായാലും പറയണേ, എനിക്ക് വിശന്നു, ദാഹിച്ചു, വിശന്നപ്പോൾ കുടിക്കാൻ തന്നു, ദാഹിച്ചപ്പോൾ ഭക്ഷണം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇതൊക്കെ ചെയ്താൽ മതി ഈശോയെ സ്നേഹിക്കാനായിട്ട്. ഈശോയെ സ്നേഹിച്ചാലാണ് നിന്റെ പാപങ്ങള്, നിന്റെ നിരവധിയായ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വചനം പറയുന്നത്. നമ്മൾ ബലഹീനരാണ്, കുറവുണ്ട്, പോരായ്മയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാപങ്ങള് ക്ഷമിക്കപ്പെടണമെങ്കിൽ നീ ഈശോയെ അധികമായിട്ട് സ്നേഹിക്കണം. അതെങ്ങനെ സ്നേഹിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവനെ ഈശോയിൽ കണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് മദർ തെരേസ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിക്കുന്ന വിശുദ്ധ എന്ന് അറിയപ്പെട്ടത്. ഓരോ തൻ്റെ മുമ്പിൽ മരിക്കാൻ കിടക്കുന്ന ഓരോ രോഗിയിലും, വഴിയിൽ കിടക്കുന്ന മരണശൈലി കിടക്കുന്ന ഓരോ രോഗിയിലും മദർ തെരേസ ആരെ കണ്ടു? ഈശോയെ കണ്ട് ശുശ്രൂഷിച്ചു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. പുഴുതെന്ന് അഴുകിയിരിക്കുന്ന ആ വ്യക്തിയിൽ ഈശോയെ കണ്ടിട്ട് ഒരു അറപ്പ വെറുപ്പില്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിട്ട് മദർ തെരേസയ്ക്ക് സാധിച്ചു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് സാധിക്കില്ല, പക്ഷേ അവിടെ ദൈവികമായി ചിന്തിച്ചുകൊണ്ട് മദർ തെരേസയ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയാണ് മദർ തെരേസ ആ പാപങ്ങൾ, എല്ലാ പാപങ്ങളും മാറ്റിക്കൊണ്ട് അവിടുന്ന് വിശുദ്ധിയായിട്ട് മാറിയത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഓക്കെ, അടുത്ത ഈശോ മർത്തയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ലൂക്കയുടെ സുവിശേഷം 10:38 വാക്യം. ഈശോ മർത്തയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഈശോ മാർത്തയുടെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ മറിയം ഈശോയെ ശുശ്രൂഷിച്ചു. എങ്ങനെ ശുശ്രൂഷിച്ച്? അവിടെ വർത്താനം പറഞ്ഞിട്ട്. അവിടെ വർത്താനം പറഞ്ഞത് വർത്താനം പറയല്ല, ഈശോ പറയുന്നത് അവള് ശ്രവിച്ചു. ഈശോ അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ ശ്രമിക്കേണ്ടത് ഏതെന്നറിയോ? ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം.
നമ്മൾ ഈശോയെ ശ്രവിക്കാൻ വേണ്ടത് ഈ വചനം വായിച്ചിട്ടാണ്. ഈശോ പറയുന്ന മുഴുവൻ ശ്രവിക്കാനുള്ള ഒരു മാർഗം വചനത്തിലൂടെയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. ആ വചനം വായിക്കുമ്പോഴാണ് അവിടുന്ന് മർത്ത ഒത്തിരി വ്യഗ്രചിത്തയായിരുന്നു, അകലെയായിരുന്നു. പക്ഷേ മറിയം ഈശോയുടെ പാദങ്ങളിലിരുന്നു കൊണ്ട് അവിടുന്ന് ഈശോയുടെ വചനങ്ങൾ കേട്ടു. നമ്മൾക്ക് ഇന്ന് ചെയ്യാനുള്ളത് വചനം കേൾക്കലേ, വചനം വായിക്കുകയൊക്കെ അവിടുന്ന് നമ്മളെ ക്രിസ്തുവുമായിട്ട് ഒന്നായി തീരുവാനായിട്ട്, പാപങ്ങൾ എടുത്ത് മാറ്റുവാനായിട്ട്, ഈശോയെ സ്നേഹിക്കുവാനുള്ള മാർഗം കൂടിയാണെന്ന് പ്രത്യേകമായിട്ടും കാണിച്ചിരുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഖനായിലെ കല്യാണ വിരുന്ന്. ഈശോ അവിടെ ഉണ്ടായപ്പോൾ അവിടെ ഒരു കുറവുമില്ലാതെ കുറവുകൾ നിറവുകളാക്കി അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ഇനി ഇത്രയും ഈശോ ഒത്തിരിയേറെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഈശോ അവസാനമായിട്ട് പോകുന്നത് ഏത് ഭവനത്തിലേക്കാണ്? പത്രോസിന്റെ ഭവനത്തിലേക്ക് പോയി, സക്കീവോസിന്റെ ഭവനത്തിലേക്ക് പോയി, ജായിറോസിന്റെ വീട്ടിലേക്ക് പോയി, ബഥാനിയ കുഷ്ഠരോഗിയായ ശിമിയോന്റെ അടുത്ത് പോയി, കഫർനാമിൽ പോയി, ഫരിസേയന്റെ വീട്ടിൽ പോയി, മർത്തയുടെ വീട്ടിൽ പോയി. ഇനി ഏത് ഭവനത്തിലേക്കാണ്? ലാസറിന്റെ ഭവനം, മർത്തം മറിയുടെ ഭവനം. ഇനി ഏത് ഭവനത്തിലേക്കാണ് ഈശോ പോകേണ്ടത്? എൻ്റെ ഭവനത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്കാണ്, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലേക്കാണ് ഈശോ ഇനി വരേണ്ടത്. അത് നമ്മൾ ചിന്തിക്കണ്ടേ. എൻ്റെ ഭവനത്തിലേക്ക് ഈശോ വരുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? ഞാൻ എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കേണ്ടത്? ഈശോ എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഭവനത്തിൽ എന്തൊക്കെയാണ് സൗഖ്യങ്ങൾ സംഭവിക്കുക? എൻ്റെ ഭവനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? എൻ്റെ ഭവനത്തിൽ എന്തൊക്കെ രക്ഷയാണ് എനിക്ക് ലഭിക്കുക? നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് ആ കാര്യങ്ങൾ ഈശോയോട് പറയണം. ഈശോയെ, നീയെ സക്കവീസിന്റെ വീട്ടിൽ പോയില്ലേ? പത്രോസിന്റെ വീട്ടിൽ പോയില്ലേ? ജൈറോസിന്റെ വീട്ടിൽ പോയില്ലേ? മർത്തയുടെ വീട്ടിൽ പോയില്ലേ? പുരോഹിതന്റെ വീട്ടിലേക്ക് പോയില്ലേ? ശമീയോന്റെ വീട്ടിൽ പോയില്ലേ? ഇനി എൻ്റെ വീട്ടിലേക്ക് നീ വരണം. എന്നിട്ട് എൻ്റെ ഭവനത്തിന്, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ കുടുംബത്തിന് ഒരു രക്ഷ നീ പ്രദാനം ചെയ്യണം. അപ്പൊ ബഥാനിയ വീട്ടിൽ പോയപ്പോൾ ആ മഗ്ദലേന മറിയം ഈശോയെ അധികം സ്നേഹിച്ചുകൊണ്ട് അവളുടെ നിരവധി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഈശോയെ അധികം സ്നേഹിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും ഈശോ ക്ഷമിക്കും. ഇവിടെ വചനം കൃത്യമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വചനം കൃത്യമായിട്ട് ഈശോ പാലിക്കാനായിട്ട് ഈശോ വിശ്വസ്തനാണ്. ചെയ്യും ഈശോ. അതുകൊണ്ട് ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു രക്ഷയുടെ അഭിഷേകമായിട്ട് ഒരു രക്ഷ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതിനായിട്ട് നോമ്പ് കാലത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുക്കം ചെയ്യാം. അതിനായിട്ട് ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.